അതിശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിലും കടകളിലും വെള്ളം കയറി. അപകട മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 1.5 മണിക്കൂറിനിടെ 52 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അതിശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന റോഡുകൾ വെള്ളത്തിലായി. തമ്പാനൂരിൽ റെയിൽവേ സ്റ്റേഷന് മുൻവശം വെള്ളക്കെട്ടുണ്ടായി. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കിഴക്കേക്കോട്ടയിലും ചാലയിലും കടകളിലേക്ക് വെള്ളം കയറി. പട്ടംതോട് കരകവിഞ്ഞൊഴുകിയതോടെ തേക്കുമൂട് ബണ്ട് കോളനിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അപകടാവസ്ഥയിലുള്ള കുടുംബങ്ങളെ കുന്നുകുഴി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ഗൗരീശപട്ടം, പഴവങ്ങാടി, അമ്പലമുക്ക് ഭാഗങ്ങളിലും വെള്ളം കയറി. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം അവർ പൊട്ടിച്ചിട്ടേ അല്ലേ, ഇതൊക്കെ റെഡിയാക്കി തന്നൂടെ. ഇതിലുള്ള കടക്കാരും ഈ ബിസിനസ്സുകാരൊക്കെ ആ തിയേറ്ററിലോട്ടൊന്ന് നോക്കിയേ. ഇന്ന് ആദ്യത്തെ മഴയിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റിനകത്ത് അടുത്ത മഴയിൽ ഞങ്ങൾ വീണ്ടും ക്ലീൻ ചെയ്യണം. അതാണ് ഇത് വർഷങ്ങളിലുള്ള ഒരു സംഭവമാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. കാരണം നമ്മൾ വെറുതെ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം മാത്രമാണ്. അതിനപ്പുറം ഒന്നുമില്ല. നമ്മളിവിടെ കിടന്ന് അനുഭവിക്കുക തന്നെ. തിരുവനന്തപുരം പൂങ്കുളത്ത് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കാട്ടാക്കട ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം വീടിൻ്റെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണു. അരുവിക്കരയിൽ വീടിൻ്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ്. തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.